ആ രക്തം പഴത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ജോഷി സാറാണ് സംവിധായകൻ. നസീർ സാറുണ്ട്, അതിനകത്ത് മധു സാറുണ്ട്, പിന്നെ ശ്രീവിദ്യയൊക്കെ അഭിനയിച്ച പടമായിരുന്നു. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞങ്ങൾ പിന്നെ കളമശ്ശേരി വെച്ചൊരു ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുകയാണ്. ക്യാപ്റ്റൻ രാജു ആദ്യമായിട്ട് വരുന്നൊരു പടമാണ്. അന്ന് ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് സ്റ്റണ്ട് രംഗം എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇടി കൊണ്ടിട്ട് ക്യാപ്റ്റൻ രാജ് വീഴുന്നൊരു സീനുണ്ട്. അതൊരിക്കൽ ക്യാപ്റ്റൻ രാജ് അത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിരുന്നു. ആ ഇടി കൊണ്ടിട്ട് പുള്ളി വീഴുന്ന അന്ന് ഈ ചെറുപ്പക്കാരനാണല്ലോ, അല്ലെങ്കിൽ നേവി എന്നൊക്കെ വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരാവേശമൊക്കെ ഉണ്ടാവുമല്ലോ. പുള്ളി നേരെ പൊത്തുനിന്ന് വീണത് ഒരു വലിയ പലകയുടെ പുറത്ത് ആണി വെച്ചിരുന്ന ആ സ്ഥലത്താണ്. അപ്പം വീഴാൻ പോയപ്പോൾ തന്നെ സാർ കയറി പിടിച്ചു, ഇടി കൊണ്ട് സാർ കയറി പിടിച്ചു. അപ്പം ഡയറക്ടർ പെട്ടെന്ന് കട്ട് പറഞ്ഞു. അതെന്താ സാർ അങ്ങനെ വീഴേണ്ട ഒരു ചെയ്യണമെന്നില്ല. പിന്നെ സാറിനെ കയറി പിടിച്ചാൽ നമ്മൾ അതല്ല സംഭവം, ഇത് കണ്ടോ, ഇതിൻ്റെ പുറത്ത് അദ്ദേഹം വീണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഈ ആണിയെ കൊണ്ട് കീറി നമ്മുടെ ഷൂട്ടിങ് മുടങ്ങും, അദ്ദേഹത്തിന് അതിനേക്കായി ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം ക്യാപ്റ്റൻ അതിനോട് പറഞ്ഞ് നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണം. ആവേശം നമുക്ക് നല്ലതാണ്, പക്ഷെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, വേറെ ആരും കാണത്തില്ല, ഞങ്ങൾ ആരും കാണത്തില്ല. അതുകൊണ്ട് അതൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ എല്ലാവർക്കും, ഇന്ന് വരുന്ന അന്നോട്ടുള്ള എല്ലാ ആൾക്കാർക്കും, നായികമാർക്കൊക്കെ ആണെങ്കിലും നല്ല ഉപദേശങ്ങൾ കൊടുക്കും. പിന്നെ അതുതന്നെ ആദ്യമായിട്ടൊക്കെ വരികയാണെങ്കിൽ ചില ഡയലോഗ് പറയാനൊക്കെ ഇവർ വിറച്ച് അങ്ങ് വിയർക്കും. അതിൻ്റെ ഒന്നും കാര്യമില്ല, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് എൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സാറ് പറയും. കുഴപ്പമില്ലാതെ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട എന്ന് പറയും. ഇതിപ്പോൾ നമുക്കാരും നമ്മൾ അഥവാ ഇത് തെറ്റിപ്പോയപ്പോൾ നമ്മളെ വെടിവെച്ച് കൊല്ലത്തൊന്നുമില്ല, അവർ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വിറയ്ക്കാനോ ഭയപ്പെടാനോ ഒന്നും പാടില്ല. അതാണ് ഇതിനകത്തുള്ള വിജയം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു അത്.